മിസ്റ്റർ മുഹമ്മദ് റിയാസ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. എനിക്ക് തോന്നുന്നു അങ്ങ് ഈ വയനാട്ടിലേക്കുള്ള യാത്രയിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഞാൻ ഒരു ദിവസം രാജമിനിസ്റ്റർ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ്. ഞങ്ങളൊന്ന് മാറി എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഞാനിപ്പോ അങ്ങോട്ട് മടങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ മിനിസ്റ്റർ, നമ്മൾ പറയായിരുന്നു ഈ ദുരന്ത വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തതിനിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒരു ആശ്വാസമുള്ളൊരു വാർത്ത മിനിസ്റ്റർ പറയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സർപ്രൈസ് പറഞ്ഞിരുന്നില്ല. മിനിസ്റ്റർ തന്നെ ഒന്ന് പറഞ്ഞോളൂ. അല്ല, അരുണ് അറിയുന്നതാണ് നമ്മളെ ഷിലൂര് സംഭവം. അർജുന്റെ നമുക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പൊ വലിയ നിലയിലേക്കുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആ സംഭവം സൃഷ്ടിച്ചു. നമ്മളെല്ലാവരും അവിടെ രക്ഷാദൗത്യ പ്രവർത്തനത്തിൽ പങ്കുകൊണ്ടതാണ്. നമ്മൾ കേരളത്തിലെ പല അനുഭവങ്ങളും നമുക്ക് അവിടെ പല പരിമിതികളും തോന്നിയിരുന്നു. ഒന്ന്, അവിടുത്തെ സർക്കാർ സംവിധാനവും ജനങ്ങളും തമ്മിലുള്ള ഒരു ടീം വർക്ക് പൊതുവെ കുറവായിരുന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഒരു ടീമായി നിന്നു. കേരളത്തിന്റെ പല എക്സ്പീരിയൻസുകൾ അവിടെ പകരാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് അർജുന്റെ കുടുംബത്തിന്റെ കാര്യം, അർജുന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ. അപ്പൊ അത് പരിഹരിക്കാൻ എന്തൊക്കെ എന്നുള്ളത് ഡോക്ടർ അരുണും ഒരിക്കൽ ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, നമ്മൾ എനിക്കൊന്നും ആ ദുരന്തമുഖത്ത് നിൽക്കുന്ന സമയത്താണ്. പക്ഷെ ആ സമയത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ വീട്ടിൽ പോയപ്പോ അവരുടെ അമ്മയുടെ മുഖത്തും ആ ഒരു സാഹചര്യമൊക്കെ കണ്ടപ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ മിനിസ്റ്ററോട് ആയതുകൊണ്ട് ഞാൻ നേരിട്ട് അങ്ങ് രണ്ടും കൽപ്പിച്ച് ചോദിച്ചു. അത് മിനിസ്റ്റർ അന്ന് എനിക്കറിയാം ആ ഒരു അവസ്ഥയിൽ ഒരു വാക്ക് തരാൻ പറ്റില്ലെങ്കിൽ പോലും വന്നൊരു സൂചന നൽകി നമുക്കത് പരിഗണിക്കാമെന്നല്ലേ? അതെ. അപ്പോ നമ്മൾ അർജുന്റെ ഭാര്യയുടെ ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യം അല്ലെങ്കിൽ കൂടി അവർക്കൊരു സഹായം എന്നുള്ള നിലയിൽ അവർക്കവിടെ ഒരു ജോലി അനിവാര്യമാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ അത് അവരുടെ ഒന്നും ആവശ്യമല്ല. അവർക്കൊന്നും അങ്ങനത്തെ ഒരു ആവശ്യമില്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പോ അത് ചെയ്യലൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ പൊതുവെ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവർക്ക് അവിടെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ജോലി നൽകാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല, അതൊന്നും അവരുടെ ആവശ്യമല്ല. പക്ഷെ അത് അന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു ചർച്ചയാണ്, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന കാര്യവും നിർദ്ദേശമാണ്. ആ നിലയിൽ ആ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാനൊന്ന് കൃഷ്ണപ്രിയെ ഞാനൊന്ന് ടെലി കണക്ട് ചെയ്തോട്ടെ. കൃഷ്ണപ്രിയ ഒന്ന് ടെലി കണക്ട്. ഒരു കാര്യം സംശയം ചോദിച്ചോട്ടെ, ഇതിപ്പോ താൽക്കാലിക ജോലി ആയിരിക്കില്ലല്ലോ അല്ലേ? അതെ, ഇപ്പൊ തുടക്കം അങ്ങനെയാണല്ലോ വരിക. പിന്നെ നമ്മള് മറ്റു സാങ്ഷനുകളുമല്ലേ അത്. പക്ഷെ അവരെ കണക്ട് ചെയ്യണമെന്നില്ല. ഞാനത് ഡോക്ടർ അരുൺ പറഞ്ഞത് കൊണ്ട് അത് ശ്രദ്ധയപ്പെടുത്തിയെന്ന് മാത്രം. അർജുന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ എല്ലാ നിലയിലും തുടരും, എല്ലാ നിലയിലും. ഒരു നിമിഷം അങ്ങ് തുടരണം. കാര്യം എനിക്കൊന്ന് വരാം. ശരി, ഞാൻ അങ്ങനെ ഡിസ്കണക്ട് ചെയ്യാം. കാര്യം അതിന് നമുക്കൊരു വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് താങ്കൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ പുറം ലോകത്തെ അറിയിച്ചു എന്ന് മാത്രം. അതൊരിക്കലും ആരുടെ ആവശ്യമില്ല, അവിടുത്തെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. നാട്ടിലെ ജനങ്ങളാകെ അതിൽ വലിയ നിലയിൽ പറഞ്ഞു. അവരൊരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയവുമല്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ നാട്ടിലാകെ ഉയർന്നു വന്നൊരു കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അരുണും അത് വളരെ ശ്രദ്ധയപ്പെടുത്തിയ കാര്യമാണ്. ആ നിലയിൽ അവിടെയുള്ള ബാങ്ക് ഭരണസമിതി തന്നെ മുൻകൈ എടുത്തു, എല്ലാവരും മുൻകൈ എടുത്തു, എല്ലാ നിലയിലും അതിൽ ഇടപെടും എന്ന നില അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു മിനിസ്റ്റർ. ഞാൻ എന്തായാലും മിനിസ്റ്ററെ നമുക്ക് ഒന്ന് ഡിസ്കണക്ട് ചെയ്യാണ്. ഞാൻ ഒന്ന് കൃഷ്ണപ്രിയായിട്ടൊന്ന് സംസാരിച്ചു. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു മിനിസ്റ്റർ. വളരെ ആശ്വാസകരമായ കാര്യമാണ്. കൃഷ്ണപ്രിയ നമുക്കൊപ്പം ഉണ്ട്. കൃഷ്ണപ്രിയ, ഇതുകൊണ്ടൊന്നും നമ്മുടെ നഷ്ടം തീരില്ല എന്ന് എനിക്കറിയാം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു നാട് മുഴുവൻ നമ്മുടെ കൂടെയുണ്ട്, അർജുനോടൊപ്പമുണ്ട്. അർജുൻ്റെ തെരച്ചിൽ എങ്ങും എത്തിയില്ല. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഇനിയിപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആ തെരച്ചിൽ തുടരുമായിരിക്കും. കൃഷ്ണപ്രിയ, മിനിസ്റ്റർ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഈ വേങ്ങേരി അടുത്ത് തന്നെയാണോ കൃഷ്ണപ്രിയ? വീടിനടുത്താണോ കൃഷ്ണപ്രിയ? കേൾക്കുന്നുണ്ടോ? ഹലോ സർ. കേൾക്കാം. വേങ്ങേരി നമ്മുടെ വീടിന്റെ അടുത്താണോ? വീടിന്റെ അടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ദൂരം. ആ ജോലി സ്വീകരിക്കുകയല്ലേ ചെയ്യുക? എന്താണ് തീരുമാനം? അതെ, അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. അപ്പൊ അത് സ്വീകരിക്കാൻ തീരുമാനിക്കല്ലേ? അതെ, അവര് അങ്ങനെ പറഞ്ഞത്, നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വീകരിക്കാൻ തയ്യാറാണ്.
താങ്ക് യു. ഞാൻ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല കൃഷ്ണപ്രിയ. എനിക്കതൊന്നും അറിയണമായിരുന്നു. അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുകൂടി നമ്മൾ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഉണ്ട്, നമുക്ക് നോക്കാം. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. മോൻ എങ്ങനെ ഇരിക്കുന്നു അയൻ? വയ്യ, പനിയാണ്. അപ്പം നന്നായി ഒന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അമ്മയുടെ അടുത്ത് അന്വേഷണം പറയുക, അഞ്ജുവിനോടും ഒക്കെ അന്വേഷണം പറയുക, അച്ഛനോടും. താങ്ക് യു.